ടി വിയുടെ പേരെന്നാ? കാസ്റ്റർ അത് ഐബെല്ലിൻ്റെ കാസ്റ്റർ. ആ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് കാസ്റ്റർ എന്ന് പറഞ്ഞ എല്ലിനാണ് 32 ഇഞ്ചാണ്, ഓണാകുന്നില്ല. കാസ്റ്റർ അറിയാമല്ലോ, ഐബെല്ലിൻ്റെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡാണ്, അവരുടെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മളിത് യാതൊന്നും കത്തത്തില്ല, ഇത്രേ ഉള്ളൂ. സ്മാർട്ട് ടി വി ഒക്കെയാ കാര്യം, നല്ല ബോർഡൊക്കെയാണ്. അപ്പോൾ അത് ഓണാകത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ എ സി കോഡ് തന്നെ നോക്കിയേക്കാം. ഏറ്റവും ആദ്യം നോക്കേണ്ട എ സി കോഡാണല്ലോ. എന്തിയാ ബൾബ് എന്തിയേ? മറ്റേ എ സി നല്ല ബോർഡാണ് കേട്ടോ, കുഴപ്പമില്ല. ആദ്യം എ സിയെ കറണ്ട് വരുന്നത്, എ സി കോഡേ കറണ്ട് വരുന്നുണ്ടെന്ന് ആദ്യം നോക്കാം, എന്നിട്ടല്ലേ മദർ ബോർഡായിരിക്കും. കറണ്ട് കണക്ഷൻ കൊടുത്തു. എ സി കൂടെ കറണ്ട് വരുന്നുണ്ടോ? എ സി കൂടെ കറണ്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട കപ്പാസിറ്ററെ കറണ്ട് ഉണ്ടോന്ന്. കപ്പാസിറ്ററിലും കറണ്ടുണ്ട്. എന്നിട്ടും ഓണാകുന്നില്ലെങ്കിൽ ഈ മദർ ബോർഡിലാണ് 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് അടുത്ത് നോക്കാം. നമുക്കിവിടെ ഒരു 12 വോൾട്ട് ഉണ്ട്, അതുണ്ടോ എന്ന് ആദ്യം നോക്കാം. ട്വൽവ് വോൾട്ടും ഉണ്ട്. വരുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ഭാഗമൊക്കെ ഓക്കെയാണ്. പവർ സപ്ലൈ സ്റ്റേജ് ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. താഴെ ഉണ്ടോ? ആ ഇപ്പോൾ വരാം, ഞങ്ങളുടെ സർവീസ് സെൻ്റർ. ഇപ്പം വരാം. ഇതുണ്ട്, ഇതിൻ്റെ പാനൽ കട്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്തതാ. ഇതുണ്ടോ, ബൈപ്പാസ് ചെയ്ത സാധനം. പാനൽ പോയതല്ല, പോയിട്ട് ബൈപ്പാസ് ചെയ്തിരിക്കുന്നുള്ളൂ. അങ്ങനെ വരാം. ഇതിൻ്റെ അകത്തൊരു സെൻസറുണ്ട്, പക്ഷേ LED ഒന്നും കാണുന്നില്ല. ചില നോക്കാം. ഓക്കെ, പാനൽ ഇതുണ്ടോ, കട്ട് ചെയ്ത് കളഞ്ഞ, നേരത്തെ ആരോ സർവീസ് ചെയ്താൽ നമുക്കിത് ചിലപ്പോൾ അങ്ങനെയൊക്കെ കുറേ നാൾ വർക്ക് ചെയ്യും. നോക്കാം. ഓക്കെ, പാനൽ പോയതാ. പാനൽ ഒരു പണി കഴിഞ്ഞതാണ്. പാനലിൻ്റെ ഒരു പണി കഴിഞ്ഞാൽ ബാക്കി ഇതുണ്ടല്ലേ, ഫുള്ള് വൈറ്റ് ആയത് പാനൽ പോയതാണ്. ഒരു പണി കഴിഞ്ഞതാണ്. ഇതാണ്ട് അത് കാണിച്ചു, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയ പാനൽ മാറ്റിച്ചേ നടക്കുകയുള്ളൂ, വേറെ പണിയൊന്നും നടക്കില്ല. അവിടെ ഫോൺ നമ്പർ എടുക്കുക, എന്നാ വേണ്ടെന്ന് ചോദിക്കുക. ഓക്കെ, റീപ്ലേസ് പാനൽ അടച്ചേക്കട്ടെ. സെൻസറെല്ലാം തുരുമ്പെടുത്ത്, സെൻസറിൻ്റെ LED പോയ സാധനം ദ്രവിച്ച്, തുരുമ്പെടുത്ത് ദ്രവിച്ചെല്ലാം വിട്ടുപോയതാണ്.
പക്ഷെ മദർ ബോർഡൊന്നുമല്ല. സെൻസർ ബോർഡ് മാറണം. മദർ ബോർഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതൊന്നുകൂടെ അതിൻ്റെ അവിടെ ഉണ്ടോ വെള്ളം കെട്ടി തുരുമ്പെടുത്ത് ഇരിക്കുന്നു. അത് കാണിച്ചത് വീഡിയോകോൺ 22 ഇഞ്ച്. ഇത് വീഡിയോകോൺ 24 ഇഞ്ച് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓണാക്കി കഴിഞ്ഞപ്പം പാനലിലെ ലൈനുണ്ട്, 2 ലൈൻ. മുകളിലും കറുത്ത ലൈനുണ്ട്, നടുക്ക് 2 ലൈനുണ്ട്, മുകളിൽ കറുത്ത ലൈനുണ്ട്. പവറിൻ്റെ സ്വിച്ച്. ഓക്കെ, അത് നോക്കാം. ആ ബുക്ക് എടുത്താലോ? ഞാൻ അപ്പം